ഇയാൾ തന്റെ പാരലൈസ്ഡ് ആയ വൈഫിനെ ബാത്ടബിൽ കിടത്തി ടാപ്പ് തുറക്കുന്നു. പെട്ടെന്ന് അയാൾ സ്ലിപ്പായി തലയിടിച്ചു വീഴുന്നു. അത് കണ്ട് കൈകാലുകൾ അനക്കാൻ കഴിയാതെ കിടന്ന വൈഫ് പാനിക്കാവുന്നു. കാരണം അവൾ ഇങ്ങനെ കിടന്നാൽ ബാത്ടബ് ഫില്ലായി അവൾ മുങ്ങി മരിക്കും. മാത്രമല്ല ഹസ്ബൻഡിന്റെ അവസ്ഥ എന്താണെന്നും അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അവൾ തന്റെ കാലനക്കാൻ ശ്രമിക്കുന്നു. അവൾക്ക് ചെറിയ രീതിയിൽ കാലനക്കാൻ കഴിയുന്നു. അവൾ പ്രതീക്ഷ കൈവിടാതെ ഡ്രെയിൻ ചെയിൻ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെയിൻ പൊട്ടിപ്പോകുന്നു. അപ്പോഴേക്കും വെള്ളം അവളുടെ വായുടെ മുകളിലെത്തുന്നു. പക്ഷെ അവൾ തോൽക്കാൻ തയ്യാറാവുന്നില്ല. അവൾ തന്റെ കൈ അനക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ കൈയും അനങ്ങുന്നുണ്ട്. അവൾ കൈയുടെ അടുത്ത് കിടക്കുന്ന ഹാൻഡ് ഷവർ എടുക്കാൻ ശ്രമിക്കുന്നു. അത് വലിക്കുമ്പോൾ ടാപ്പ് അടയുമെന്ന് അവൾ നോട്ട് ചെയ്യുന്നു. പക്ഷെ അവളുടെ മൂവ്മെന്റ് വളരെയധികം സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ വേഗത്തിൽ അവളുടെ മൂക്കിന് മുകളിലെത്തുന്നു. അവൾ വളരെയധികം ശ്രമപ്പെട്ട് ഹാൻഡ് ഷവർ വലിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ടാപ്പ് കറങ്ങി വെള്ളം വരുന്ന സ്പീഡ് കുറയുന്നു. എന്നാലും പൂർണ്ണമായും വെള്ളത്തിനടിയിലായതുകൊണ്ട് അവൾ മരിക്കുമെന്ന് ഉറപ്പാണ്. മരണവെപ്രാളത്തിൽ അവൾ തന്റെ കാലുയർത്തി ഡ്രെയിൻ ഹോളിന്റെ ഭാഗത്ത് ആഞ്ഞു ചവിട്ടുന്നു. അടുത്ത നിമിഷം തന്നെ അത് ഓപ്പൺ ആയി വെള്ളം കുറയാൻ തുടങ്ങുന്നു. അവളുടെ ഫേസ് വെള്ളത്തിന് മുകളിലെത്തിയതും അവൾ ശ്വാസം വലിക്കുന്നു. അവൾ സാവധാനം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ അവിടെ വീണുകിടന്ന ഹസ്ബൻഡിനെ കാണാനില്ല. അവൾ പാനിക്കാവുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്ന കർട്ടനിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുമെങ്കിലും വീണു പോകുന്നു. ആക്ച്വലി അവൾ യഥാർത്ഥത്തിൽ പാരലൈസ്ഡ് അല്ല. അവളുടെ ഹസ്ബൻഡ് എന്തോ മണപ്പിച്ച് അവളെ ഇങ്ങനെ ആക്കിയതാണ്. കാരണം മറ്റൊരു പെണ്ണുമായി അയാൾ അഫെയറിലായിരുന്നു. അവരുടെ അഫെയറിനെ പറ്റി അറിഞ്ഞ് വൈഫ് പിണങ്ങിപ്പോകുമ്പോൾ അവൾക്ക് ആക്സിഡന്റ് ആവുന്നു. ആക്സിഡന്റിന് മുൻപുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. പിന്നീട് അവർ വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബാത്റൂമിനകത്ത് നിന്ന് പുക വരുന്നു. അതെന്താണെന്നറിയാൻ ഇവൾ പോയി നോക്കുമ്പോൾ ബാത്ത് ടബിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഡ്രെയിൻ ചെയിൻ വലിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ വെള്ളത്തിൽ ഒരു ഗോസ്റ്റിന്റെ റിഫ്ലക്ഷൻ കാണുന്നു. പിന്നീട് പല പ്രാവശ്യം അവൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ആ ഗോസ്റ്റ് അവൾക്ക് ചില സൂചനകൾ കൊടുത്ത് അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അവൾ ഹസ്ബൻഡിനോട് കാമുകിയെ പറ്റി ചോദിക്കുന്നു. അവൾ ഒഴിവായെന്നും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നും അയാൾ പറയുന്നു. പിന്നീട് അവൾക്ക് ആ ഗോസ്റ്റ് അയാളുടെ കാമുകിയാണെന്ന് മനസ്സിലാവുന്നു. അവൾ കാമുകിയുടെ മരണത്തെ പറ്റി ഹസ്ബൻഡിനോട് ചോദിക്കുന്നു. ഹസ്ബൻഡ് അവൾ ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തെന്നും പേടി കാരണം ഞാൻ അവളുടെ ബോഡി കായലിൽ കളഞ്ഞെന്നും പറയുന്നു. അയാൾ അവളെ കൊന്നില്ലെങ്കിലും അത് പോലീസിൽ അറിയിക്കാതെ ബോഡി ഉപേക്ഷിച്ചത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞ് വൈഫ് ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്ന് പറയുന്നു. അയാൾ 911ലേക്ക് കോൾ ചെയ്ത് കുറ്റസമ്മതം നടത്തുന്നു. എന്നിട്ട് റെഡിയാവാനായി പോകുന്നു. സംശയം തോന്നിയ വൈഫ് ഫോൺ എടുത്ത് റീഡയിൽ അമർത്തുമ്പോൾ അയാൾ 911ലേക്കല്ല കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോഴേക്കും അയാൾ അവളെ പിന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആക്ച്വലി തന്റെ കരിയർ നശിക്കാതിരിക്കാൻ അയാൾ തന്നെയാണ് കാമുകിയെ കൊന്നത്. അതുപോലെ തന്നെ വൈഫിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ബാത്ടബിൽ നിന്ന് പുറത്തു വന്നവൾ സ്റ്റെയറിന് താഴെ ഹസ്ബൻഡ് ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്നു. അവൾ വണ്ടിയുടെ കീയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം അയാൾ കണ്ണു തുറക്കുന്നു. വണ്ടിയിൽ കയറിയവൾ അയാൾ എഴുന്നേൽക്കുന്നത് വിൻഡോയിലൂടെ കാണുന്നു. പേടിച്ചവൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഹസ്ബൻഡ് പിന്നിൽ നിന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു. വണ്ടിയുടെ കൺട്രോൾ നഷ്ടമായി അത് കായലിലേക്ക് ഇറങ്ങുന്നു. വെള്ളത്തിനടിയിൽ നിന്ന് കാമുകിയുടെ പ്രേതം വന്ന് അയാളെ പിടിക്കുന്നു. വൈഫ് വെള്ളത്തിന് മുകളിലേക്ക് വന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു.